ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു അനദർ വ്ളോഗ്. ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. എൻ്റെ ബേബിയുടെ ബർത്ത്ഡേ ആണ്, 5th ബർത്ത്ഡേ ആണ്. അപ്പം 5th ബർത്ത്ഡേ ആയിട്ട് നമ്മൾ കുറച്ച് ഡെക്കറേഷൻസും കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് അവൾ ഇത്രയും ഗിഫ്റ്റ് നമ്മുടെ വീട്ടിലുണ്ടെന്ന് അവൾക്ക് അറിയ പോലുമില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങനെ ഇരിക്കത്ത് പോലുമില്ല. അത് അപ്പം തന്നെ എടുത്ത് പൊളിക്കുന്നുണ്ട്. അപ്പം അവളില്ലാത്ത സമയത്ത് വന്നതും ഒക്കെ ആയിട്ട് നമ്മൾ ജസ്റ്റ് പാക്ക് ചെയ്ത് ഗിഫ്റ്റ് റാപ്പറിൽ പൊതിഞ്ഞിട്ട് നമ്മൾ സർപ്രൈസായിട്ട് അവളെ ഞെട്ടിക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ ഇപ്രാവശ്യം 5th ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ബർത്ത്ഡേ നമ്മളിതുപോലെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരെ വിളിച്ചിട്ടൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നെയുള്ള ബർത്ത്ഡേ ഒന്നും അത് അവൾക്ക് ഓർമ്മയുണ്ടാവില്ല. ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ, പിന്നെയുള്ള ബർത്ത്ഡേ ഒന്നും നമ്മൾ അങ്ങനെയൊന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യുക, നമ്മൾ അത്രയും ക്ലോസ് ഫാമിലീസ് കേക്ക് കട്ട് ചെയ്യുന്നു, അത്ര തന്നെ. അല്ലാണ്ട് വലിയ സെലിബ്രേഷൻസ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ചെയ്യേണ്ട ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് നമ്മൾ ഒന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് അവൾക്കൊരു സർപ്രൈസൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. ആൻഡ് നമ്മൾ ഭയങ്കര എക്സൈറ്റഡാണ്. അവളുടെ ഒരു എക്സ്പ്രഷനും അവളുടെ ഒരു റിയാക്ഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അവൾ സർപ്രൈസ് ആവും, അവൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നറിയാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം നമ്മൾ ഓരോ ബർത്ത്ഡേ പാർട്ടിക്കും കാര്യങ്ങളൊക്കെ പോകുമ്പം അവളിങ്ങനെ അത് നോക്കിയിരുന്നെന്ന് ചോദിക്കാൻ എൻ്റെ ബർത്ത്ഡേ അമ്മ എന്ന് പറഞ്ഞിട്ട് 4th ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. എൻ്റെ ബർത്ത്ഡേ എന്നാ അവളിങ്ങനെ കാണാമല്ലോ, ഓരോരുത്തർ കേക്ക് കട്ട് ചെയ്യുന്നു, നമ്മൾ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുന്നതൊക്കെ. അപ്പം അവൾക്കും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വേണം നമ്മുടെ ആഗ്രഹമാണ്. പിന്നെ പണ്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണിതും. നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നടന്നിട്ടില്ല. ചെറിയ രീതിയിലൊക്കെയല്ല അന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുള്ളൂ. അല്ലാണ്ട് ഇങ്ങനത്തെ ഗ്രാൻഡായിട്ടുള്ള പരിപാടികളൊന്നും അന്ന് നമുക്ക് വരില്ല. അപ്പം നമ്മുടെ മക്കളിലൂടെ നമ്മളത് കാണാൻ എക്സൈറ്റഡാണ് കേട്ടോ, ഞാനും എല്ലാവരും. സോ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡായി പാക്ക് ചെയ്ത് നമ്മൾ അവളുടെ ബർത്ത്ഡേ നമ്മൾ അത്രയും ഗ്രാൻഡാക്കാൻ പോവാണ്. അപ്പം ഇന്ന് തലേ ദിവസം 28th ആണ് നമ്മൾ ബർത്ത്ഡേയുടെ ഡെക്കറേഷൻസും അവൾ സ്കൂളിൽ വിട്ടിട്ടാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യണത്. ഇനി അവൾ സ്കൂളിൽ നിന്ന് വന്ന് നമ്മൾ നേരെ ചേട്ടൻ്റെ അമ്മയുടെ അടുത്ത് ആക്കിയതിന് ശേഷം നമ്മളിവിടെ ഡെക്കറേഷൻ, അപ്പോഴേക്കും ഫ്രണ്ട്സൊക്കെ വരും, നമ്മൾ ഡെക്കറേറ്റ് ചെയ്യും. അങ്ങനെ നൈറ്റാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നത്തെ നെക്സ്റ്റ് ഡേ നമ്മളൊന്ന് ജസ്റ്റ് ബർത്ത്ഡേയുടെ അന്ന് നമ്മൾ ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്, ഫാമിലി മാത്രമായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഓരോന്നായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈവനിങ് ആവാറായിട്ടുണ്ട്. അപ്പം അവൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് അവളൊന്ന് മെയിലൊക്കെ കഴുകിച്ചിട്ട് നമ്മൾ താഴെ കൊണ്ടാക്കിയിട്ടുണ്ട്. അപ്പം കൊണ്ടാക്കിയതിന് ശേഷം കേട്ടോ ഞാൻ ഈ സെറ്റിയിൽ ഈ സാധനങ്ങളൊക്കെ ചെന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നമ്മളുടെ ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സിലുപരി നമ്മൾ ഒരു ഫാമിലി പോലെയാണ് കേട്ടോ. ഞാൻ കേക്ക് കാണിച്ചില്ല, നല്ല അടിപൊളി കേക്കായിരുന്നു, നല്ല ടേസ്റ്റുള്ള കേക്കും കൂടിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഓരോ ഡെക്കറേഷൻ പരിപാടികൾ ഇപ്പോഴാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. കാരണം അവളെ നമ്മളൊന്ന് കൊണ്ടാക്കിയതിന് ശേഷം അവൾക്ക് അറിയില്ല നാളെയാണ് അവളുടെ ബർത്ത്ഡേ എന്ന് പോലും അവൾക്ക് അറിയത്തില്ല. അവളിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു 10 days ഉണ്ട് 20 days എന്നൊക്കെ പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഇവരുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കുഞ്ഞീത് അതിൻ്റെ ഇടയിൽ എണീറ്റു കേട്ടോ. അപ്പം എന്നിട്ട് ഞാൻ ഫീഡൊക്കെ ചെയ്ത് അവൻ അവിടെ സെറ്റിലായിരിക്കുന്നുണ്ട്. ആളും നല്ല സഹകരണമായിരുന്നു, പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നമുക്കൊരു കുഞ്ഞി ബേബി ഉള്ളപ്പോൾ എല്ലാവർക്കും അറിയാം നല്ല ബുദ്ധിമുട്ടാണ്. നമുക്ക് മൂത്ത കുട്ടീനെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറിയ ബേബിയിൽ. പക്ഷേ അവനന്ന് നല്ല ഗുഡ് ബോയ് ആയിട്ടൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബലൂൺസൊക്കെ കഴിഞ്ഞു എല്ലാം സെറ്റ് ചെയ്തു. അവളെ വിളിക്കാറായിട്ടോ. നമ്മൾ വാതിൽ ചെയ്തത് ഇവരെ അമ്മമാരും വന്നതൊന്നും അവൾക്ക് അറിയാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളെ കൊണ്ടുവരുന്നത് ഏട്ടൻ പോയിട്ട് അവളെ വിളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഒരു ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ട് അവളെ വാതിൽ തുറന്ന് എൻട്രി ഹാപ്പി ബർത്ത്ഡേ എന്നിട്ട് സർപ്രൈസ് ചെയ്യാനാണ് കേട്ടോ പ്ലാൻ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കാണാം കേട്ടോ. Happy birthday to you. Happy birthday to you. Happy birthday to
അറിഞ്ഞില്ല ഞാൻ 5 ദിവസം കഴിഞ്ഞിട്ടാന്ന് വിചാരിച്ചു. ഞാൻ 5 ദിവസം കഴിഞ്ഞിട്ടാവും. ഹാപ്പി ബർത്ത്ഡേ പറ ചേച്ചിനോട്. ഇതാണ് ചൂച്ചു. നിങ്ങൾ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് എന്തൊക്കെയാ ഗിഫ്റ്റ്? ബേബിക്കുള്ള ഗിഫ്റ്റ്. ഓ ഇഷ്ടപ്പെട്ടോ? എല്ലാ ഇഷ്ടപ്പെട്ടോ? എന്തൊന്നും മിണ്ടാത്ത സുന്ദരി. സുന്ദരിക്ക് നാണം. ഒരാള് വെയിറ്റ് ചെയ്തിരിക്കണ്ടായിരുന്നു ഗിഫ്റ്റ് തരാണ്ട്. മൊത്തം ബേബിയുടെ ഗിഫ്റ്റാണ്. ഫൈനലി നമ്മളുടെ പരിപാടിയൊക്കെ ഭയങ്കര കളർഫുള്ളായി. നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡായി. ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. വാവയായാലും നമ്മൾ സർപ്രൈസ് കൊടുത്തമാരെ അവൾ ഭയങ്കര സർപ്രൈസ്ഡായി. അവൾ ഭയങ്കര ഹാപ്പി. അന്നത്തെ ഒരു ചിരിച്ച ഫേസ്. നമ്മുടെ ബർത്ത്ഡേയുടെ ടൈമിൽ എപ്പോഴും നമ്മുടെ മക്കൾ ചിരിച്ച് സന്തോഷിച്ചിരിക്കാനാണ് എല്ലാ പാരൻസും ആഗ്രഹിക്കുക. അവർക്ക് കൊടുക്കാവുന്ന ബെസ്റ്റ് നമ്മൾ കൊടുക്കാൻ ട്രൈ ചെയ്യും. നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ അതുപോലെ 5th ബർത്ത്ഡേക്ക് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. പ്രോഗ്രാം ഫുൾ കളർഫുള്ളായി. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നതൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളങ്ങ് ബിസി ആയിപ്പോയി. അങ്ങനെ നമ്മളുടെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് നടന്നു. ഒരു മിക്സ്ഡ് ഇമോഷൻസാണ്. നമ്മുടെ മക്കൾ എത്ര പെട്ടെന്നാലും വലുതാവുന്നത്. സങ്കടം തോന്നുന്നുണ്ട് ചില സമയത്ത്. അതിലുപരി സന്തോഷമുണ്ട് അവർ നല്ല മക്കളായി വളർന്നു വരുന്നത് കാണുമ്പോൾ. അപ്പം എന്താ പറയുക, ഒരു വയസ്സ് നാളെ നമ്മൾ അവളുടെ ഡെലിവറി വീഡിയോസും അവളുടെ ഫസ്റ്റ് ഫോട്ടോസൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും എത്ര പെട്ടെന്ന് ദിവസങ്ങൾ പോകുന്ന ഓരോ സമയങ്ങൾ പോകുന്നത്. സോ എല്ലാ പേരൻസും ഇതുപോലെ തന്നെ ആയിരിക്കാം. എൻ്റെ ഒരു ഇമോഷനാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. നാളെ ഒരിക്കലും അവൾ കാണുമ്പോൾ അവളുടെ അച്ഛനമ്മ അവൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അവളത് ഓർക്കാനും കൂടിയാണ് ഈ ഒരു വീഡിയോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു ബർത്ത്ഡേ വ്ളോഗ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.